ഹലോ ഹലോ തങ്ങളിപ്പല്ലേ? തങ്ങളിപ്പ ഏതോ താത്തമാരോട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. താത്തമാരാണ് സംസാരിക്കുന്നത്. തങ്ങളിപ്പ ഒരു വോയിസും പുറത്തു വരുന്നില്ല. ഇപ്പോൾ വൈകുന്നേരം ഒരു അസറിന്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും ഈ താത്തമാരോടൊപ്പം ഇയാൾക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? എപ്പോഴും താത്തമാര് എവിടെ നോക്കിയാലും താത്തമാര്. ഇപ്പൊ വിളിച്ചപ്പോഴും താത്തമാര്. ഒരു വാക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഹലോ, എന്താ സംസാരിക്കാത്തേ? ഓക്കെ ഓക്കെ. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത്? ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത്? എന്റെ വാപ്പാനല്ല, ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഓരോ മനുഷ്യരെ താങ്കൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ സംസ്കാരം ഇതാണോ? കേറിയ ഒരുത്തന്റെ തന്റെ വാപ്പാനെ ഉമ്മാനെയാണോ വിളിക്കേണ്ടത്? ഞാൻ ചോദിച്ചത് ഒറ്റ, ജനങ്ങളെ പറ്റിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. എന്നെ പറ്റിക്കുന്ന വിടൂ, ജനങ്ങളെ പറ്റിക്കുന്ന എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ കബളിപ്പിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അന്റെ വാപ്പാനെ അല്ല, ജനങ്ങൾ എന്തിനാണ് കബളിപ്പിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ ഒരു തങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസ്കാരിക്കില്ല. താങ്കൾ ഒരു തങ്ങളാണെങ്കിൽ ഒരാളോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരോടും മാന്യമായി സംസാരിക്കാൻ പഠിക്കും താങ്കൾ ആദ്യം. ഞാൻ താങ്കളോട് എന്താണ് മോശമായി പറഞ്ഞത് പറയും. ഞാൻ ചോദിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ജനങ്ങളെ ഇങ്ങനെ എന്തിനാണ് പറ്റിക്കുന്നത്? ഞാനെങ്കിൽ തന്നെ പറ്റിയുള്ള എല്ലാ വീഡിയോസും ഞാനിടും. കാരണം താങ്കൾ ചെയ്യുന്ന മോശത്തരങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള എല്ലാ വീഡിയോസും ഞാനിടും. താങ്കൾ ചെയ്യുന്ന ഫുൾ ഉഡായിപ്പാണെന്ന് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ട്. താങ്കൾ ഒരു ഉഡായിപ്പാണെന്ന്. ഓക്കെ, ഇപ്പൊ ഇലഞ്ഞൂരിലെ വിഷയത്തെ വലിയ ആത്മീയമായി പറയുന്നുണ്ടായിരുന്നല്ലോ. താങ്കളും അതുപോലത്തെ ഉഡായിപ്പല്ലേ ചെയ്യുന്നത്? ഞാൻ എന്ത് പറഞ്ഞു? താനെന്ത് കള്ളനെന്ന് വെച്ച കള്ളനാണ് താങ്കൾ. അല്ലാതെ ഒരിക്കലും തങ്ങളാണെങ്കിൽ തങ്ങളുടെ ഒരു മഹത്വം താങ്കൾക്കില്ല. ആ അതെ അതെ. ആ, ഞാൻ മറ്റേ ഹൈദറിന്റെ ആളൊന്നും അല്ല കേട്ടോ, ഹൈദറിന്റെ ആളൊന്നും അല്ല. ആ, താങ്കൾക്കോ? എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള, ജനങ്ങളെ എന്തിനാണ് താങ്കൾ പറ്റിക്കുന്നത്? എന്നെ പറ്റിച്ചെന്നല്ല പറഞ്ഞ, ഓരോ സദസ്സിൽ വരുന്ന ഓരോരുത്തരെ പറ്റിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? താങ്കൾ എന്തിനാണ് എല്ലാരും വാപ്പ വാപ്പ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? താങ്കൾക്ക് അത് ഇല്ലാത്തത് കൊണ്ടാണോ? അപ്പൊ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒരാളെ തന്തയ്ക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. അത് ഒരാളുടെ സംസ്കാരത്തിന് പറ്റിയതല്ല. ഞാൻ എന്ത് പറയിപ്പിച്ചെന്ന? താങ്കളല്ലേ ഇങ്ങനെ എന്ത് വാപ്പ വാപ്പ എന്ന് പറയുന്നത്? ഓ, തങ്ങളാണത്രേ തങ്ങള്. നാണമില്ലേടാ തനിക്കെന്ന് തങ്ങളാന്ന് പറഞ്ഞ് അടക്കാൻ? ഞാൻ എന്ത് നാണക്കേടാണ് കാണിച്ചത്? തങ്ങളെന്ന് അതല്ലേടാ താന് ചെയ്യുന്നത്. താന് യൂട്യൂബിലേടാ ഉണ്ടാക്കുന്നത്. അല്ലാതെ താങ്കൾ യൂട്യൂബിലല്ലേ വന്നു രാവിലെ വൈകിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. മക്കയെ പോയിട്ട് വല്ല താങ്കൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേടോ പോയത്? ഉംറയ്ക്കാണോടോ താൻ പോയത്? ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടും മോനെ, ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടും. ഇനി നാളത്തെ ലൈവിൽ ഇനി എന്നെ ആയിരിക്കും താങ്കൾ പരാമർശിക്കുന്നത്. താങ്കൾ ഇനി എന്തൊക്കെ പരാമർശിച്ചാലും ഒരു വിഷയമില്ല. 24 മണിക്കൂർ വാപ്പ വാപ്പ വിളിക്കാൻ നിർത്തിയിട്ട് പോടോ. വാപ്പ വാപ്പ വാപ്പ. അതന്നെ എനിക്കും പറയാനുള്ളത്. താങ്കൾക്ക് ജനങ്ങളെ പറ്റിച്ചാലേ ഒക്കുള്ളൂ. ആ, ഇതൊക്കെ വരും മോനെ, ഇതൊക്കെ വരും, ഇതൊക്കെ ഇടും. പിന്നെ എനിക്കും പണം ഉണ്ടാക്കട്ടെ. താങ്കൾ പണം ഉണ്ടാക്കുമല്ലേ?
ഞങ്ങൾക്കറിയാം അതൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ലീവിലിട്ട് പൈസ ഉണ്ടാക്കാൻ. താങ്കൾ എന്ത് പറഞ്ഞാലും താങ്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്, ഒരു ഷിർക്കാണ് താങ്കൾ ഇപ്പൊ ചെയ്യുന്നത്. ജനങ്ങളെ പറ്റിക്കാണ്, ഇസ്ലാമിന്റെ പേരിലാണ്. താങ്കൾ അത് മനസ്സിലാക്കൂ. വാപ്പാട് പോയിട്ട് പറ, അന്റെ വാപ്പാട് പോയിട്ട് പറ. തന്റെ വാപ്പാനെ എനിക്ക് എങ്ങനെ അറിയാം എവിടെയാ ഉള്ളതെന്ന്? തന്റെ വാപ്പായെ കൊണ്ടുപോവാ, ഞാൻ പറയാം. ഒരു നായ്ക്കൾ വന്നിട്ട് ഓരോ തങ്ങൾ പറയുന്നുണ്ടോ സംസ്കാരം തണ്ടോ? തങ്ങന്മാരെ സംസ്കാരം. ഓ, ആ കൂടെ ഇരിക്കുന്ന താത്തയോട് നിന്ന് പറ. ഇപ്പൊ എത്തി സംസാരിച്ചില്ലേ, അവളോട് നിന്ന് പറ. നാളെ ഉണ്ടോടെ തനിക്കൊക്കെ ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളെയും കൊണ്ട് കിടക്കാൻ? ആദ്യം സംസാരിച്ചപ്പോ താങ്കൾ ഒരു പെണ്ണുമായിട്ട് നിന്നാണ് സൊല്ലുന്നത് ഇതിൽ കേട്ടത്. നാളെ ഉണ്ടോ കണ്ട താത്തമാരെ വിളിച്ചോണ്ട് കിടക്കാൻ? ഓരോ താത്തമാര്, ഗ്രൂപ്പിന്റെ അഡ്മിൻ. താങ്കളൊക്കെ എവിടത്തെ? എന്റെ പെണ്ണുങ്ങൾ അങ്ങനെയുള്ളതല്ല. നിന്റെ നിങ്ങൾക്ക് പറ്റിയ പെണ്ണാണ് പല രീതിയിലും വരുന്നത്. ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ടല്ലേ നടക്കുന്നത്. നിങ്ങളെ കൂടെ വന്നാണ് അവരെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയേക്കുന്നത്. ഓ പിന്നെ എന്തെങ്കിലും പറയാതിരിക്കുന്ന താങ്കൾ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. താങ്കൾ ലൈവ് നിർത്തണം. ഇന്നലെ ആരാ ദുബായിൽ നിന്ന് വിളിച്ചില്ലേ, അതുപോലെ ഞാനും പറയുന്നത് താങ്കൾ ലൈവ് നിർത്തണം. ആര് പറഞ്ഞിട്ട് തുടങ്ങിയോ? എന്റെ വാപ്പ പറഞ്ഞിട്ട് തുടങ്ങിയോ? ആര് പറഞ്ഞു? അത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാനുള്ളത് ലൈവ് നിർത്തുക, ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല. ഓ മാഷാ അല്ലാ, യൂട്യൂബിൽ ഇടണം. ഇന്നത്തെ യൂട്യൂബിൽ ഇത് വരണം. ഓ എനിക്കിത് കേൾക്കുമ്പോ കലി വരുന്നു. മാഷാ അല്ലാന്ന് പിന്നെ തന്നെ പോലെയുള്ള കള്ളന്മാരാ പറയേണ്ടത്. ആരത് കെട്ടത് എനിക്കറിയില്ല, പക്ഷെ ജനങ്ങളെ പറ്റിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാ ദിവസവും കാണുന്നതാണ്. അയാള് പറ്റിക്കുന്ന എന്തിന്റെ ആവശ്യം? ഇസ്ലാമിന്റെ പേരിൽ എന്തിനു പറ്റിക്കുന്നു? ഈ താങ്കളൊക്കെ തങ്ങന്മാരാന്ന് പറഞ്ഞിട്ട് എന്തിനു പറ്റിക്കുന്നു? ഹാമിദ് എന്ന് പറഞ്ഞ് പറ്റിക്കൂ. അയാള് ഫോൺ വെച്ചിട്ട് വേറെ ആരെയും കൊടുത്ത്, അയാളെ കൊടുക്കൂ ഫോൺ. പറയണോ? എന്തായാലും ഇതൊക്കെ യൂട്യൂബിൽ വരും. ഓക്കെ, ശരി. ഇതാണ് ഓരോ കള്ളന്മാരെ നമുക്ക് ഒരാളെ സംസ്കാരം വെച്ച് തന്നെ പിടിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. കള്ളമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കള്ളവും അതിന്റെ അങ്ങേയറ്റത്തെ പരിപാടിയായിട്ട് നടക്കുന്നത് ഒരാളാണ്. ഇയാളെ പിറകെ പോയാലും ആ ഇലഞ്ഞൂര് നടന്ന അതേ സംഭവത്തെ പോലെ പലതും ഇയാളിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. കാരണം ഇയാളും ഇതുപോലെയുള്ള ഒരുപാട് മന്ത്രാസവും കള്ളത്തരവുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്നത്. നമ്മളുടെ പോരാട്ടം ഇവിടെ നിന്നും വീണ്ടും തുടങ്ങുകയാണ്. കാരണം ഇതുപോലെ തെറ്റ് കാണിക്കുന്നവരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ ലോകത്ത് ചെയ്യുന്നത്. ഓരോ മനുഷ്യർക്കും നമ്മളിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കാരണം ഇതുപോലെയുള്ള കള്ളന്മാരുടെ ചതിക്കുതിയിൽ പെട്ടിരിക്കുന്ന നൂറുകണക്കിനായിട്ടുള്ള താത്തമാർ ഇനിയുമുണ്ട്. അവരെയൊക്കെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെയുള്ള കള്ളന്മാരെ നമ്മൾ തുറന്നു കാട്ടുന്നതോടുകൂടി അവർക്ക് മനസ്സിലാകും ഇതൊക്കെ കള്ളമാണ്, കള്ളത്തരമാണ് ഇയാളൊക്കെ ചെയ്യുന്നതെന്ന്. എന്ത് തന്നെയായാലും ഇത് എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഇപ്പൊ മനസ്സിലായിക്കൊണ്ടാവും ഇയാളുടെ സ്വഭാവം എത്ര ദുഷ്ടമാണ്, എത്ര മോശമായ ചിന്താഗതിയോട് കൂടിയാണ് ഇയാൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതെന്ന്. ഞാൻ ആരെന്ന് ഇയാൾക്ക് അറിയില്ല. ഞാൻ ഒരേ ഒരു ചോദ്യമേ ചോദിച്ചോളൂ, എന്തിനാണ് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്നതെന്ന്. ആ ചോദ്യം ചോദിച്ചപ്പോൾ ഇയാളങ്ങ് കൊണ്ടങ്ങ് ഇളവുകയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. താത്തമാരെ, ഈ ഒരു വീഡിയോ കൊണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് ബോധം ഉദിക്കൂലേ? വീണ്ടും വിളിക്കുന്നു. ഹലോ ചിക്കൻ, പറയൂ. നിങ്ങൾ വേറെ ആൾക്കാർക്ക് ഫോൺ കൊടുത്താ പിന്നെ കട്ടാക്കാതെ? ഓക്കെ, പറ. എനിക്കെന്ത് പറയാ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ പറ്റിക്കുന്നോണ്ട് എനിക്കൊരു വിഷയമില്ല. പക്ഷെ ഇസ്ലാമിന്റെ പേരില്, ദീനിന്റെ പേരിൽ പറ്റിക്കാൻ പാടില്ല. നിങ്ങൾ വേറെ എന്ത് രീതിയിലാണോ പറ്റിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ദീനിന്റെ പേരിൽ പറ്റിക്കുമ്പോ ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാനപ്പോ അതിനെതിരെ സംസാരിക്കും.
എന്താണ് അടുത്തത് പറയൂ. എന്ത് പറയാ, നിങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയാ? ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. ഞാൻ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, ഒരു എരന് കട്ടിയല്ലേ ആ പറ. കട്ടിയില്ല, ഒരു എരന് കിട്ടിയത് ഇപ്പഴാണ്. എരേനെ കിട്ടിയപ്പോഴാണ്, സത്യമാണ്. അതെ തന്നെ. എരേനെ എന്തോ? ചോദിക്കണേ. ഓ, ചായയുടെ ആവശ്യമൊന്നും ഇല്ല. അല്ലല്ല, ഇവിടെ പറയടാ, ഇവിടെ പറഞ്ഞതാടാ. ഓക്കെ ഓക്കെ. പിന്നെ ആ, ഇതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണം. അതെന്തായാലും ചെയ്യും. പക്ഷെ എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വിരോധം മാത്രമേ ഉള്ളൂ. എന്നോട് വിരോധമുണ്ട്. വിരോധം ഉണ്ടാവും, പക്ഷെ വിരോധം ഉണ്ടാവണം താങ്കൾക്ക്. കാരണം താങ്കൾ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വിരോധം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അന്റെ നാടേതാ? എന്റെ നാട് ഏതായാലും ഞാൻ ദുബായില. ഇന്നത്തെ ലൈവില് വരുമോ? നാളേക്ക് ലൈവില്ലേ? ആ, ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ടല്ലേ. നിങ്ങളെ പ്രോഗ്രാം ഫുള്ള് വാച്ച് ചെയ്യുന്ന ഒരു പക്ഷെ ഞാനായിരിക്കും. ഓ, നിങ്ങള് ഫുള്ളിന്റെ ആളല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്, ഫുള്ള് ഫുള്ളെന്ന്. എന്തായാലും ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങക്ക്. പറയ്, എന്താണ്? പൈസ എണ്ണുക തന്നെ എപ്പോഴും. താത്തമാര് കൊണ്ട് കൊടുത്ത പൈസ എണ്ണുകയായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ വെക്കുകയാണ്. എനിക്ക് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. താങ്കൾക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ വെറുതെ ജനങ്ങളെ പറ്റിച്ചോണ്ട് എല്ലാ ദിവസവും വരാതെ. എനിക്ക് മനസ്സിലാവും തങ്ങളാരാ തങ്ങളല്ലേ എന്ന്. തങ്ങളെ കൂടെയുള്ള ആളല്ലേ. എന്താ പണിക്ക് പിന്നെ ആളെ പറ്റിക്കാന്ന് പറഞ്ഞാല് നിന്റെ പണിയല്ല തങ്ങൾക്ക്. തങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും പ്രതിഫലം ചെയ്ത് കൊടുത്തിട്ടാ പറ്റിക്കണേ. നീ എന്ത് മയില് കൊടുത്തിട്ടാ? മനസ്സിലായി. തങ്ങള് പറ്റിക്കുന്നുണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഇത്ര മാത്രം അറിഞ്ഞാ മതി. അതെ, ഞങ്ങള് പറ്റിക്കാതിരിക്കാൻ അത് പറയണ്ട. തങ്ങള് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടാണ് പറ്റിക്കുന്നുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോ എനിക്ക് പറയാനുള്ളത്, തങ്ങളെ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് പറ്റിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഈ പറ്റിക്കുന്നതെല്ലാം എവിടെ കൊണ്ടുപോയി വെക്കും? അല്ല, നീ പറയുന്ന കേക്ക്. നീ ഇപ്പൊ പറഞ്ഞ പറ്റിക്കലാണ്. വിഷയം മാറ്റി ഉരുളാൻ നോക്കണ്ട മോനെ. താങ്കളെ വായിൽ നിന്ന് തന്നെയാണ് വന്നത് തങ്ങൾ പറ്റിക്കുകയാണെന്ന്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. താങ്കളാണ് പറഞ്ഞത് തങ്ങൾ പറ്റിക്കുകയാണെന്ന്. ഞാൻ എല്ലാ വീഡിയോയും വായിച്ച് അതിൽ വരുന്ന എല്ലാ മോശത്തരങ്ങളും പുറത്ത് കാണിക്കും. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലടോ. എനിക്ക് തങ്ങളുപ്പായോട് മാത്രമേ സംസാരിക്കാൻ താല്പര്യമുള്ളൂ. നീ പോയി നിന്റെ പണി നോക്കടോ. തങ്ങളുപ്പായോട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ സമയമുള്ളൂ. എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ഒരാവശ്യമില്ലടോ. പിന്നെ ഇങ്ങോട്ടല്ലേടാ വിളിച്ചത് താൻ? ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ഫോൺ തട്ടിയാ നീ ആർക്കാ പറയാൻ? എനിക്ക് തങ്ങളുപ്പയോട് മാത്രം സംസാരിച്ചാ മതി. എനിക്ക് തങ്ങളുപ്പയോട് മാത്രം സംസാരിച്ചാ മതി. ഓക്കെ? നായ നിന്റെ തന്തേടാ തങ്ങളുപ്പ. അതാണ് എനിക്ക് പറയാനുള്ളത്. വാപ്പാനെ പറയിപ്പിക്കാൻ ഉണ്ടായോ? എന്നെ അല്ലോടോ താ വിളിച്ചത് നായെന്നും പട്ടിയെന്നും തെണ്ടിന്നൊക്കെ. ഞാൻ തന്നെ എന്താടാ വിളിച്ചത്? നാണം ഉണ്ടോടാ ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ? വല്ല നല്ല പണിയെടുത്ത് ജീവിക്കണോ? എന്താടാ നീ പറയുന്നത്? ആരെയാടാ നീ വിളിക്കുന്നത്? നിന്റെ കൂടെ ഉള്ളവനെ? എന്ത് കച്ചറ ആൾക്കാരെ നോക്ക്. മനസ്സിലാക്കി അവനെയൊക്കെ പറ്റി. ഇങ്ങോട്ടല്ലേടാ താപ്പ വിളിച്ച് രണ്ടാമത്? എന്റെ എന്തോ വലിയ ഉണ്ട കിട്ടുമെന്ന് വെച്ചോണ്ട്
റെക്കോർഡ് ചെയ്യാൻ മറന്നു. രണ്ടാമത് ഇങ്ങോട്ട് വിളിക്കാൻ ഞാൻ എന്തോ വലിയ കാര്യമൊക്കെ പറഞ്ഞ് മറിക്കുമെന്ന് പറഞ്ഞ് തെറ്റ് കണ്ടാ മോനെ ഞാൻ ചൂണ്ടിക്കാണിക്കും. അതിൽ യാതൊരു സംശയമില്ല. തന്റെ ഓരോരോ താത്തമാരും ഇപ്പൊ എന്റെ ഫാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ തന്റെ കൂടെ ഉള്ളവന്മാരെ സംസാരിച്ചാൽ മതി. എനിക്ക് വേറെ പണിയുണ്ട്. പറയുന്നുണ്ടില്ലേ? എന്തെന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇത് ഇന്നത്തെ ലൈവില് വരാം, ഇന്നത്തെ വീഡിയോയില് ഞാൻ ഇത് ഇടാം. നോക്കാം, ഇന്ന് സമയം കിട്ടുമോ ഇന്ന് ഇടാം. ഓക്കെ, അസ്സലാമു അലൈക്കും. കാഫ്രീങ്ങളായാലും സലാം പറയാം. ഓക്കെ, താൻ ഹാഫിർ ഏത് ജാതി ആയാലും എനിക്ക് സലാം പറയാം. ഓക്കെ, എന്ത് വിവരം കെട്ടവനാണ് നോക്ക്. സലാം പറഞ്ഞ് മടക്കാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാത്തവനാണ് ഈ തങ്ങൾ. ഇസ്ലാമിന് താനാണ് പുറത്തു പോയിരിക്കുന്നത്, ഞാൻ ഒരിക്കലും പോയിട്ടില്ല. ഞാൻ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തി ഇസ്ലാമിന്റെ പേരിൽ പണം ഉണ്ടാക്കി നടക്കുന്നില്ല. താനാണ് ആ പരിപാടി കാണിക്കുന്നത്. ജനങ്ങളെ പറ്റിച്ച് ഖുർആൻ ഓതാൻ അറിയില്ല, ഖുർആനെ വരെ കളിയാക്കി ജീവിക്കുന്ന തന്നെ പോലെ ഉള്ളവന്മാരോട് ഞാൻ എന്ത് പറയണമെന്ന് പറ. താൻ എന്തിനാണ് ഒരു ദിവസം ഖുർആൻ കളിയാക്കിയത്? ഖുർആനെ വെച്ച് കളിയാക്കി പണം ഉണ്ടാക്കി എന്തിനാണ്? അത് തനിക്കേ അറിയാം എത്ര ഉണ്ടാക്കിയെന്ന്. താൻ എന്നെ ഞാൻ കളിയാക്കാൻ വേണ്ടിയാ ഉണ്ടാക്കിയത്, ട്രോളാൻ വേണ്ടിയാ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടല്ലേ. ഓരോരുത്തർ ആൾക്കാർ ഇട്ടിട്ട് പറയുന്നതാണ്, അല്ലാതെ തങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. തങ്ങളെന്ന് പറയല്ലേ, ഹാമിദെന്ന് പറയൂ. എനിക്ക് തങ്ങളെന്ന് പറയുന്നത് ഇഷ്ടമല്ല. ഓക്കെ, തങ്ങളെന്ന് പറഞ്ഞാൽ നമ്മള് ബഹുമാനിക്കേണ്ട ഒരാളാണ്. അതുകൊണ്ട് മര്യാദ കാണിച്ച് കട്ടാക്കി. നമുക്കൊരു കിട്ടിയതാണ്, നമ്മളത് ഒഴിവാക്കണ്ട. മുത്തിനോട് എന്തൊക്കെ പറഞ്ഞ മുത്തിനെ ഏറ്റവും പിടിച്ചത്. എന്നാ ശരി, ഓക്കെ ഓക്കെ ശരി. ഇതൊക്കെ കാണണം. നിങ്ങളെ ഫാൻസിനോട് പറയണം കാണാൻ. പറ്റുമോ? നിങ്ങളെ ഫാൻസിനോട് പറയാൻ പറ്റുമോ ഇതൊക്കെ കാണാൻ? കാണണം, അത്രേ ഉള്ളു. ഞാനിതൊക്കെ റെക്കോർഡ് ഇട്ടിട്ട് നീ ഓനോട് പറഞ്ഞാൽ ഓനക്കിപ്പോ ഒരു കാര്യം മതി, ഞാൻ ലൈവ് നിർത്തണം. നിങ്ങൾ ലൈവ് നിർത്താത്ത നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ബന്ധമില്ല. പക്ഷെ ദീനിനെ വിൽക്കാൻ പാടില്ല എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ലൈവ് ഇടുന്നതിന് ഞാൻ നിങ്ങളെ കുറ്റം പറയണം? നിങ്ങൾ പക്ഷെ ദീനിനെ വിൽക്കുന്നതും ദീനി സദസ്സുകൾ ഉടായിപ്പായിട്ട് ഉണ്ടാക്കുന്നതും തേൻ കച്ചവടം നടത്തുന്നതൊക്കെ അതൊക്കെ വിരുദ്ധമാണ്. ഓന് ഫോണിൽ കൂടെ കേട്ടിനെ പേടിച്ചിക്കണ്, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ നിക്കണ്. ഇനി അടുത്തവൻ കൂടെ ഉള്ള എല്ലാം ഉടായിപ്പല്ലേ? ഓ, താത്തമാരുണ്ടോ ഇപ്പൊ കയ്യില്? ഇപ്പൊ കയ്യില് താത്തമാരുണ്ടോ? എന്നെ വിളിക്കണേ, എടുക്കില്ല. ഞാൻ ബിസി ആയിരിക്കും. ഞാൻ ബിസി ആയിരിക്കും. തന്നെ പോലെ പണിയൊന്നും ഇല്ലാത്ത ആളല്ല. ഞാൻ ഇനിയും പ്രതികരിക്കും മോനെ. എന്തൊക്കെ ഉടായിപ്പോലെ താനൊക്കെ ഇറക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും. കൊരങ്ങൻ നിന്റെ തന്ത. തന്ത നിന്റെ. എന്ത് മോശമായ മനുഷ്യരാണ് നോക്കുക. ഒരാളെ പച്ചയ്ക്ക് അപമാനിക്കാൻ പാടുണ്ടോ? അവരുടെ വൈകല്യങ്ങളെ ഇങ്ങനെ മോശമായി കാണിക്കാൻ പാടുണ്ടോ? ഏത് മതത്തിലോ താനൊക്കെ ഇതൊക്കെ പഠിച്ചേക്കുന്നത്? നിന്റെ തന്ത. എത്ര മോശമായ മനുഷ്യരാന്ന് നോക്ക്.
എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഉടായിപ്പുകൾ ഞാൻ പുറത്തുകൊണ്ട് വരുവടോ. കൂടെ വയ്ക്കുന്ന കള്ളന്മാര് പോലും ഒരു ദിവസം ഉണ്ടാവൂല. എന്റെ വാപ്പാവ് അന്ന് ആദ്യം മനുഷ്യന്റെ കോലത്തിലാക്കാൻ വാപ്പാണ്. നിന്റെ തന്തയോടെ എന്ന് പറയടോ. എനിക്കുള്ള കോലത്തിന് എനിക്കൊരു കുറവുമില്ല. എനിക്കുള്ള കോലം മാന്യമായ കോലം തന്നെയാണ്. നിന്റെ തന്തയ്ക്കായിരിക്കും ആ കോലം ഉള്ളത്. വന്നേക്കുന്നു പക്ക ഫോഡുകളാണ് ഗൈസ്, ഒരു ഉടായിപ്പുകളാണ്. ഓ എനിക്ക് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഈ ഉടായിപ്പുകളോട് എപ്പോഴും. പക്ഷേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഉടായിപ്പുകളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ നിങ്ങളെ സ്വഭാവം എങ്ങനെയാന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം വിളിച്ചതാണ്. എനിക്ക് പൂർണ്ണമായും മനസ്സിലായി. ഞാൻ വീഡിയോയിൽ പറയുന്ന ഒരാളാണ്, അപ്പൊ അതിന് എത്രത്തോളം ജെനുവിനായിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. ജനുവരി അല്ല, ഡിസംബർ. എല്ലാ ഒന്നാരും സംസാരിക്കാതിരിക്കണം, തങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കൊടു. അല്ലേ നമ്മൾ പറയണെന്താരോ, നമ്മളിപ്പോ എന്തായാലും പറയണോ, ഞങ്ങളിപ്പോൾ ഞങ്ങൾ സംസ്കാരം ശരിക്കും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ കൂടെ പറയിപ്പിച്ചില്ല. ഓക്കെ, ഇതില് വെച്ച് മനസ്സിലായി നിങ്ങളെ സംസ്കാരം എത്രത്തോളം മോശമാണെന്നും ഒരു തങ്ങളാണോ അല്ലേന്നൊക്കെ എനിക്കറിയാം. ഇനി ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്കിപ്പോ ഫാൻസ് കൂടി കൂടി വരെയാണ്. പിന്നെ എന്റെ വാപ്പ പറഞ്ഞാലും ആൾക്കാർ കാണേണ്ടത് കാണും, അങ്ങനെ പരിപാടി. പണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ എത്ര ആളുണ്ട്? അത് മതിയടാ, അത് മതി. പണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എത്ര പേരുണ്ട്? അപ്പൊ അതെങ്കിലും മനസ്സിലായത്, എന്നെ പോലത്തെ കാഫര്യങ്ങൾ കടന്ന് കളിക്കണോണ്ടാണ് മനസ്സിലായത്. അതാണ് ബുദ്ധി വെച്ച്. ജനങ്ങൾക്ക് ബുദ്ധി ഇല്ലായിരുന്നു പണ്ട്, ഇപ്പൊ അവർക്ക് ബുദ്ധി വെച്ച് തുടങ്ങി. ഷെയ്ത്താന്മാരുടെ പണി എന്താണ്? ഷെയ്ത്താന്മാരെ പണിയാണ് രാവിലെ 5:30 ആകും, വൈകുന്നേരം 5:30 വന്ന് ലൈവ് ഇട്ടോണ്ടിരിക്കുക. സംസാരിച്ചൊക്കെ ഞാൻ കട്ടാക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓ കൊടുക്ക്, ഇന്നത്തെ ലൈവില് വരണം, ഇന്നത്തെ വീഡിയോയിൽ വരണം. ഓക്കെ എങ്കിൽ ശരി. 11 മണിക്ക് വിളിക്കാം രാത്രി. അയ്യോ ഞാൻ അതിന് കാമുകിയൊന്നും അല്ല ഇങ്ങനെ 11 മണിക്കൊക്കെ വിളിക്കാൻ. എനിക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല മോനെ, എനിക്ക് സമയമില്ല. ഞാൻ വിളിച്ചാൽ ഫോൺ ഞാൻ ഫ്രീ ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, ഇതാണ് ഗൈസ് ഓരോരുത്തരുടെ സംസ്കാരം എന്ന് പറയുന്നത്. എത്ര മോശവും എത്രമാത്രം ഞാൻ അവരുടെ സ്വഭാവം ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇയാളെ വിളിച്ചത്. അപ്പൊ ഇയാൾ വായിൽ നിന്ന് വരുന്ന എത്രയോ, തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഒരു വർത്താനമല്ല, എത്രയോ മോശമായ വർത്താനങ്ങളാണ് വരുന്നതെന്ന് നോക്കിയേ. ഈ ഒരു വീഡിയോ ഞാൻ ഒരു ഭാഗം പോലും കട്ട് ചെയ്യൂല. എവിടെയെങ്കിലുമൊക്കെ ഞാൻ സംസാരത്തിൽ വല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഒന്നും കട്ട് ചെയ്യുന്നില്ല. ഈ ഒരു വീഡിയോ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ.